നോക്കണ്ട കൈസ്, കഞ്ചാവല്ല, നല്ല ശുദ്ധമായ മഞ്ഞൾ. മാസത്തിലൊരു 2 തലവേദന, അത് നിർബന്ധ. പിന്നെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു ടെക്നിക്കാണ്, നല്ല മഞ്ഞൾ എടുത്തിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായി ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം അതിനിങ്ങനെ ഒരു പുക വരില്ലേ, അതിങ്ങനെ ശ്വസിക്കുമ്പോൾ തലവേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടുന്നു. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അത് ശ്വസിച്ച ഉടനെ തലവേദന പമ്പ കിടക്കുമൊന്നുമില്ല, ഒരു ആശ്വാസം കിട്ടും, നമുക്കൊരു കിളി പോയൊരു ഫീൽ കിട്ടും. എനിക്കിന്ന് രാവിലെ തൊട്ടേ ഉണ്ടല്ലോ ഒരു തലവേദനയാണ്, അല്ലെങ്കിൽ എനിക്കിന്ന് രാവിലെ തൊട്ട് ഒരു തലവേദനയുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം നമുക്ക് നോക്കാം. നോർമലി നമ്മളിത് ഐ ഹാവ് എ ഹെഡ് ഏക്ക് എന്ന് പറയാം. പക്ഷേ ഇന്ന സമയം മുതൽക്ക് ഉണ്ട് എന്ന് പറയാം നമ്മളിത് ഇങ്ങനെയല്ല പറയണത്. ഐ ഹാവ് ഹാഡ് എ ഹെഡ് ഏക്ക് സിൻസ് മോർണിംഗ്. ഹാവും ഹാഡും നമ്മളിവിടെ ഒരുമിച്ച് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ അർത്ഥമാവുന്നത് കാര്യം നേരത്തെ നമ്മുടെ കയ്യിലുണ്ട്, ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നൗൺ ആയിരിക്കും അത്. ഇപ്പോഴും നമ്മുടെ കയ്യിൽ ആ വസ്തു അഥവാ നൗണ് നമ്മൾ പ്രൊസസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നായിരിക്കും. ശ്രദ്ധിക്കുക, വേർബ് അഥവാ ആക്ഷൻസ് അല്ല നമ്മളിവിടെ പറയുന്നത്, നൗൺസ് ആയിരിക്കണം. ഇതേ കോണ്ടെക്സ്റ്റിൽ സിംഗുലർ അഥവാ ഏകവചനം വരുമ്പോൾ ഹാസ് ഹാഡ് എന്നുള്ള യൂസേജ് ഉപയോഗിക്കണം. ഷീ ഹാസ് ഹാഡ് എ ഹെഡ് ഏക്ക് സിൻസ് മോർണിംഗ്. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ഹാഡ് എ കാർ സിൻസ് ലാസ്റ്റ് ഫെബ്രുവരി. കഴിഞ്ഞ മാസം ഫെബ്രുവരി മുതൽക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതൽക്ക് എനിക്കൊരു കാറുണ്ട്. അപ്പോൾ ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എത്ര കാലം തൊട്ട് നിങ്ങളുടെ കയ്യിൽ ആ കാർ ഉണ്ട് എന്ന് പറയാനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെ പറയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അത് തെറ്റാണ്. ഇനി മുതൽ ഹാസ് ഹാഡ് അഥവാ ഹാവ് ഹാഡ് എന്ന യൂസേജിൽ ഇത് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഡ്രോപ്പ് യുവർ സെൻറ്റൻസസ് ഇൻ ദ കമന്റ് ബോക്സ്. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ യൂസേജ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ലെറ്റ് ദ കമന്റ് ബോക്സ് ബി ഫിൽഡ് വിത്ത് യുവർ സെൻറ്റൻസസ്. See you next time with a wonderful video. Bye bye.